നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ ചാൻസലർ കൂടിയായ ഗവർണർ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട ഗവർണർ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിൽ മിടുക്കനായൊരു വിദ്യാർത്ഥി ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടിട്ടും അതിനെ ഗൗരവത്തോടെ കാണാത്ത ഭരണകൂടത്തിന് ഇതിൽ പരമൊരു നാണക്കേടുണ്ടോ? ഇവിടെയൊരു സർക്കാരുണ്ടോ? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. തലയരിഞ്ഞ ഗവർണർ, തലചുറ്റി സർക്കാർ. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ടി ജയപ്രകാശ്, സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്ക, SFIയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി, BJP സംസ്ഥാന വക്താവ് പ്രിൻഡു മഹാദേവ് എന്നിവ അതിഥികളാകുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ശ്രീ ജയപ്രകാശിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ജയപ്രകാശ്, ഗവർണർ ഇന്ന് ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഇതിന് ഉത്തരവാദിയായ ചിലർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നു. ഗവർണറുടെ ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? നല്ലൊരു നിലപാടാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നീക്കമാണ് ഗവർണർ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ ഭയങ്കര സന്തോഷം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒരു തൃപ്തി എന്ന് പറയാം. സന്തോഷിക്കേണ്ട യാതൊരു വകയും ഇതിൽ കാണുന്നില്ല. സന്തോഷിക്കേണ്ട മനസ്സ് ആ സ്ഥിതിയല്ല. ഒരു തൃപ്തി തോന്നുന്നു. നല്ലതാണ്. അവരവരുടെ ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇടപെട്ട് അവർക്ക് സസ്പെൻഷനോ ഡിസ്മിസലോ കൊടുക്കും. വി സിയുടെ ജോലി നല്ലവണ്ണം ചെയ്തിരുന്നുവെങ്കിൽ സസ്പെൻഷൻ ചെയ്യില്ലായിരുന്നു, എനിക്കങ്ങനെ തോന്നുന്നു. ആ ഡീനിൻ്റെ പേരിൽ നമ്മൾ ഇത്രയും പരാതികൾ ഉന്നയിച്ചു. ഇതുവരെയ്ക്കും ആ ഡീനിനെ തൊട്ടിട്ടില്ല. ഡീൻ ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നു. രഹസ്യമായി പറഞ്ഞ കാര്യമല്ല, നമ്മൾ പരസ്യമായി തന്നെ പറഞ്ഞാണ് ഡീനാണ് ഏറ്റവും വലിയ കുറ്റവാളിയെന്ന്. അപ്പോൾ ഡീനിനെതിരെ അതിനൊരു കുറ്റമെടുക്കാൻ അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത്, നടപടി എടുക്കേണ്ടത് BC ആയിരുന്നിരിക്കും. പക്ഷേ BC അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഗവർണർ ആ തീരുമാനം എടുത്തത്. പിന്നെ ജുഡീഷ്യൽ അന്വേഷണം അതിന് റെക്കമെൻഡ് ചെയ്തതിനും എനിക്ക് തൃപ്തിയുണ്ട്. അത് ഗവർണറുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു നീക്കം ഉണ്ടായാലും എനിക്കതിൽ നന്ദിയുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ അത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും പോലെ ഇനി ഒരു സിദ്ധാർത്ഥനുണ്ടാവില്ല, ഇനിയൊരു കുറ്റം ഇങ്ങനെ ആവർത്തിക്കരുത്, ഇനിയൊരു അച്ഛനമ്മമാർക്കും ഇത് സംഭവിക്കരുത് എന്നൊക്കെ പറയും. ശരിയാണ്, ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഇനി മറക്കണം. അതായത് എൻ്റെ മകന് സംഭവിച്ച ഈ ബ്രൂട്ടലായിട്ടുള്ള ഈ സംഭവം എല്ലാം എനിക്കത് മറക്കണം. മറന്നു കഴിഞ്ഞേ പറ്റുള്ളൂ. വേറൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവല്ലേ എന്നതിനേക്കാൾ ഉപരി ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ ഭാര്യയുടെ ചെവിയിൽ ഇങ്ങനെ ഒരു സംഭവം കേൾക്കരുത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ കേൾക്കേണ്ട ഇടവരരുത്. കേൾക്കേണ്ട വരാതിരിക്കണമെങ്കിൽ ഇനി ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവരുത്. ഇനിയൊരു സംഭവം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതിൽ കുറ്റം ചെയ്ത എല്ലാവരെയും, ഏതൊക്കെ പാർട്ടികളാണെന്നറിയാം, ഏതൊക്കെ സംഘടനയെന്നറിയാം, എല്ലാവരെയും ശിക്ഷിച്ച് അവർക്ക് ശിക്ഷ കൊണ്ടുവരിക. ഏത് രീതിയിലാണെങ്കിലും ഇതൊരു അവസാനമാവണം. എൻ്റെ മകൻ സിദ്ധാർത്ഥൻ്റെ ഈ ഒരു സംഭവം, ഇതിൽ ഒരു റാഗിങ് കൊല, എന്ത് കൊലയാവട്ടെ, റാഗിങ് ആവട്ടെ, എന്താവട്ടെ, ഇത് അവസാനമാവണം. ഇനി ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ ചെവിയിലോ എൻ്റെ ഭാര്യയുടെ ചെവിയിലോ ഇങ്ങനത്തെ ഒരു ബ്രൂട്ടൽ കൊല കേൾക്കാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അവസാനമാവണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരു കൊല നമ്മൾ കേൾക്കാൻ ഇടവരരുത്. അതുകൊണ്ട് എനിക്കിതെല്ലാം മറക്കണം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഈ സംഭവം എല്ലാം മറന്നിട്ട് അവൻ്റെ നല്ല കുറച്ച് വിചാരം മാത്രം നമുക്ക് മതി. അവൻ്റെ കുട്ടിക്കാലത്തുള്ള വിചാരം മാത്രം ഇനി നമുക്ക് മതി. വേറെ ഒരു വിചാരം നമുക്കിനി വേണ്ട. കൂടി പറഞ്ഞാൽ അവൻ്റെ 7ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ പഠനം, മാക്സിമം 10ാം ക്ലാസ് വരെ അവൻ എങ്ങനെ പഠിച്ചു, അതുവരെയുള്ള വിചാരം മാത്രം നമുക്ക് മതി. ആ കളിച്ചിരി അതുവരെയുള്ള മാത്രം വിചാരം നമുക്കിനി മതി, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഇളയ മോനും.
അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇനി ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ബ്രൂട്ടലായിട്ടുള്ള കാര്യം എനിക്കിനി മറക്കണം. എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് മറന്നേ പറ്റുള്ളൂ. അത് മറക്കണമെങ്കിൽ ഈ കുറ്റവാളികളെ, ഈ ചെയ്ത ചെന്നായ്ക്കളെക്കാട്ടി അപ്പുറം ചെയ്തിട്ടുള്ള ഇവരെ എല്ലാവരെയും ശിക്ഷിച്ച് ഇവരെ അകത്താക്കണം. അകത്താക്കി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു വാർത്ത ഇനി എൻ്റെ ചെവിയിൽ വരരുത്, എൻ്റെ ഭാര്യയുടെ ചെവിയിൽ വരരുത്. വേറെ അച്ഛനമ്മയ്ക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറയും, ശരിയാണ്. അങ്ങനെ വരരുത്, ഒരിക്കലും വരരുത്. എനിക്ക് അവൻ്റെ നല്ലൊരു വിചാരം മാത്രം ഇനി മതി. അവൻ്റെ കുട്ടികളെയും അവൻ്റെ കളി. ജയപ്രകാശ്, ഇവിടെ 18 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഈ 18 പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇപ്പോൾ പലതവണ പറഞ്ഞതാണ്, ഡീനാണ് ഇതിലെ ഒരു മുഖ്യപ്രതി. മാത്രമല്ല ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ കൂടിയായിട്ടുള്ള കായിക അധ്യാപകൻ കാന്താദാസ്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 18 വിദ്യാർത്ഥികളെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഇത് എല്ലാം നോക്കിക്കണ്ട മുഖസാക്ഷികളായി നിന്ന ഈ അധ്യാപകർ, അവരെ വെറുതെ വിടാനുള്ള ഒരു നീക്കം നടക്കുന്നു. കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി എന്താ പറഞ്ഞത്? ഇതുപോലൊരു മനുഷ്യ സ്നേഹി ഇല്ല എന്നാണ്. ഏതാ? ഡീനിനെ കുറിച്ച്, ഡോക്ടർ നാരായണനെ കുറിച്ച്. അപ്പോൾ എന്തായാലും സർക്കാർ ആ ഡീനിനെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിപട്ടിക ഇവിടെ പ്രതിപട്ടികയിൽ ഇത്ര 18 പേരെ മാത്രം ഒതുക്കിക്കൊണ്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം താങ്കൾ കാണുന്നില്ലേ? അത് മണക്കുന്നില്ലേ? തീർച്ചയായും കാണുന്നു. കാര്യം പറഞ്ഞാൽ 18 പേര് വന്നു, 18 പേരെ അറസ്റ്റ് ചെയ്തതല്ലല്ലോ. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് അതും അവരുടെ SFIയുടെ നേതാക്കളായ ആൾക്കാർ ഇത് ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് ഈ 18 പേര് പട്ടിക വന്നിട്ട് സ്വമേധയാ കീഴടങ്ങിയവരാണ് ഒരു 5-6 പേര്. അപ്പോൾ ഇത്രയും പേര് കീഴടങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്ക് സപ്പോർട്ട് കാണും, ഉറപ്പായിട്ട് കാണും. നിങ്ങൾ പോയി കീഴടങ്ങിക്കോ, ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന് അവർക്ക് ബാക്ക് സപ്പോർട്ടുണ്ട്. എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് 18 പേര് കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ തൃപ്തനല്ല. അവർക്കുള്ള വകുപ്പ് എന്താണ് ഇട്ടേക്കുന്നത്? ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സുഖമായി വെളിയിൽ പോവാം. കോടതി വന്നു കഴിഞ്ഞാൽ അവരെ ലൂപ്പുകൾ വെച്ച് അവർ വെളിയിൽ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോയി കീഴടങ്ങിക്കോ. അവരാരെയും ഓടിച്ചിട്ട് പിടിച്ചതല്ല, പ്രധാന പ്രതികളാരെയും ഓടിച്ചിട്ട് പിടിച്ചതല്ല. അവരെല്ലാം സ്വമേധയാ കീഴടങ്ങിയതാണ്. സ്വമേധയാ കീഴടങ്ങുമ്പോഴേ അവർക്കറിയാം അവർക്ക് എവിടെ നിന്നൊക്കെ അവർ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കീഴടങ്ങിക്കോ. ഓക്കെ, അവർ കീഴടങ്ങി, അവർ ഉറപ്പായിട്ട് വെളിയിൽ വരും. അത് ചിന്തിക്കാൻ എനിക്ക് അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ഞങ്ങൾ. അവർ ആയിക്കോട്ടെ, 18 പേരെ പോലീസ് പിടിച്ചെങ്കിൽ നല്ലത്, അത് കുറച്ച് പേരെ പിടിച്ചെങ്കിൽ നല്ലത്. അവരുടെ ഏത് വകുപ്പാണ് ഇനി പോകുന്നത്, ഇതുവരെയ്ക്ക് ഏത് വകുപ്പാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം. ഇനി ഏത് വകുപ്പാണ് ഇടുന്നത്, അവർക്ക് ബെയിൽ കിട്ടി, ജാമ്യം കിട്ടി വെളിയിൽ പോകാനുള്ള നല്ല ലൂപ്പുകളുണ്ട്. അതുകൊണ്ടാണ് അവർ കീഴടങ്ങാൻ വരെ തയ്യാറായത്. അത് നല്ല കാര്യം. പിന്നെ ഡീന് നല്ലൊരു വ്യക്തിയാണെന്ന് മിനിസ്റ്റർ പറഞ്ഞാണ്. നല്ലൊരു വ്യക്തിയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ പറയുന്ന വർക്കുകളെല്ലാം ഡീന് നല്ല രീതിയിൽ ചെയ്യുകയായിരിക്കും. അപ്പോൾ മിനിസ്റ്റർക്ക് ഡീന് നല്ലൊരു വ്യക്തിയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സബോർഡിനേറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ലതാണ് ആ സബോർഡിനേറ്റ്. അതുപോലെ മിനിസ്റ്റർ പറയുന്ന ജോലികളെല്ലാം, അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രി പറയുന്ന ജോലികളെല്ലാം ഡീന് നല്ല ഭംഗിയായി വെടുപ്പാറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഡീന് നല്ല ആളാണ്. ശരിയാണല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായവും എനിക്ക് കിട്ടിയ അറിവും എല്ലാം വെച്ചിട്ട് ഡീനാണ് ഇത് ഏറ്റവും വലിയ കുറ്റവാളി. ഇത്രയും വലിയ ബ്രൂട്ടലായിട്ടുള്ളൊരു കൊല നടന്നിട്ട് 3 ദിവസം വരെ ഇങ്ങനെ ഒരു റാഗിങ്ങും കാര്യങ്ങളും നടക്കുമ്പോൾ ഡീനാണ് വാർഡൻ, ഡീനാണ് ഏറ്റവും അടുത്ത് താമസിക്കുന്നത്. ഇതെല്ലാം ഉള്ളപ്പോൾ ഡീന് പിന്നെ നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് വന്നവർ പറയാം, എൻ്റെ മകൻ കിടന്ന് വിളിച്ച നിലവിളി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പുറത്ത് വരെ കേൾക്കാമെന്നാണ് പറയുന്നത്. 1 കിലോമീറ്റർ പുറത്ത് വരെ കേൾക്കാം അവർ കൂട്ടുകാർ പറയുന്നത്. അത്ര നിലവിളിയായി അവനെ കാലിൽ വലിച്ചഴിച്ചുകൊണ്ട് പോയപ്പോൾ കേട്ടത്. അതിൻ്റെ അടുത്താണ് ഡീന് താമസിക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്താണ് ഡീന് താമസിക്കുന്നത്. അവൻ നിലവിളിച്ച ആ സൗണ്ട് ഡീൻ എത്ര പ്രാവശ്യം കേട്ട് കാണും, എത്ര പ്രാവശ്യം അവർക്ക് ഈ ഡീൻ എന്ന് പറയുന്ന ഈ ചെകുത്താൻ കേട്ട് കാണും. ക്ഷമിക്കണം, ഞാൻ ആ വാക്ക് പറയുന്നത് എനിക്ക് പറഞ്ഞു പോയതാ. ആ ഡീൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കേട്ട് കാണും. ഒരു തെറ്റുമില്ല. ഒരു പ്രാവശ്യം പ്രതികരിച്ചിരുന്നെങ്കിൽ അവനെ ജീവശവമായിട്ടെങ്കിലും കിട്ടുമായിരുന്നല്ലോ, ജീവശവമായിട്ടെങ്കിലും.
അതുകൊണ്ട് ഡീനെ പ്രതിയായിട്ട് തന്നെ ചേർക്കണം, ഡീനെ പ്രതിയായിട്ട് ചേർക്കണം, കാന്തനാഥനെ പ്രതിയായിട്ട് തന്നെ ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയെന്നറിയില്ല. അസോസിയേറ്റ് പ്രൊഫസർ, ഗൈനക്കോളജി അസോസിയേറ്റ് പ്രൊഫസർ, അപ്പോൾ അവർ ഈ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. PG സ്റ്റുഡൻറ്റ്, ബയോകെമിസ്ട്രി ബയോമൈക്രോളജി PG സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഇയർ, കാന്തനാഥൻ്റെ ഭാര്യ, ഇവരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ലിസ്റ്റിൽ വന്നിട്ടില്ല. ഈ പ്രതികളെല്ലാം ഒളിപ്പിച്ചവരാ, അതൊന്നും വന്നിട്ടില്ല. ഇത് വെറും ആരോപണമല്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിഡൻസ്, നിങ്ങൾക്ക് കിട്ടാത്ത എവിഡൻസ്, പോലീസിന് പോലും കിട്ടാത്ത കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഇതുവരെയ്ക്കും അതെല്ലാം വളരെ കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ഇത്രയും പേര് പറഞ്ഞായിരുന്നു. ഒരു 5-6 പേര് പറഞ്ഞായിരുന്നു. ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ പേര് വന്നപ്പോൾ, ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ പേരുകളെല്ലാം അതിലുണ്ട്. ബാക്കി ഞാൻ ബ്രൂട്ടലായിട്ട് അവൻ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിലുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഗൈനക്കോളജി അസോസിയേറ്റ് പ്രൊഫസർ, PG സ്റ്റുഡൻറ്റ്, മൈക്രോബയോളജിയുടെ PG സ്റ്റുഡൻറ്റ്, ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച വേറൊരു അസോസിയേറ്റ് പ്രൊഫസർ, ഇവരൊക്കെ ഇവിടെ ചിത്രത്തിൽ പോലുമില്ല. ഇത് ഞാൻ വെറുതെ ആരോപിക്കുന്നതല്ല. കാര്യമെന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ച് കഴിഞ്ഞാൽ അവൻ്റെ നിലവിളി എൻ്റെ ചെവിയിൽ കിടന്ന് അലയടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നുറങ്ങിയിട്ട് അവിടെ കിടന്നുറങ്ങുക എപ്പോഴെങ്കിലും. അതുകൊണ്ടാണ് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇനി ഒരിക്കൽ കൂടെ എൻ്റെ ചെവിയിൽ ഈ ഒരു ദുരന്ത വാർത്ത കേൾക്കരുത്. അതുകൊണ്ട് ഈ ചെകുത്താന്മാരായിട്ടുള്ള എല്ലാവരെയും അകത്താക്കി ശിക്ഷ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഈ പരിപാടി മതിയാക്കും. ഏവനെങ്കിലും പേടിക്കും, ഒന്ന് തുറച്ച് നോക്കാൻ തന്നെ പേടിക്കും. കലാലയത്തിൽ ഇവിടെ വന്നിട്ട് ഒരു റാഗിങ് എന്നുള്ള ഈ തുറച്ച് നോക്കാൻ പേടിക്കും. അങ്ങനെ പേടിക്കണം. എല്ലാവരെയും ഡീബാർ ചെയ്തവനെ അതേ രീതിയിൽ കൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല. പക്ഷേ അർഹമായ ശിക്ഷ കൊടുത്ത് രാഷ്ട്രീയ ഭേദമന്യേ നിൽക്കണം. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ കൂടെ നിൽക്കണം. അവർ ഒരുമിട്ട് നിൽക്കണം. ഈ രക്ഷകർത്താക്കൾ ഒരുമിട്ട് നിൽക്കണം. ആ കലാലയത്തിലും എല്ലാ കലാലയത്തിലും അങ്ങനെ ചിന്തിച്ച് നിന്നാൽ നിങ്ങളെ മക്കൾ ഇതുപോലെ വെള്ള പുതപ്പിച്ച് വീട്ടിലോട്ട് വരില്ല. എല്ലാവരും ചിന്തിച്ച് നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ മൗനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതേ അനുഭവം ഉണ്ടാവും. അധികം താമസിക്കേണ്ട, എല്ലാ പേർക്കും ഉണ്ടാവും. നിങ്ങൾ മൗനമായിട്ട് നിൽക്കില്ല, നിങ്ങൾ ആരെയും പേടിക്കില്ല. യെസ്, ജയപ്രകാശ്.